നിങ്ങളല്ല റെഡി അല്ലേ? ബാക്കി ആരും ഒച്ചപ്പൊടി ഒന്നും കേൾക്കുന്നില്ല. എല്ലാരും അവിടെ അല്ലേ? 14 പേര് എക്സ്ട്രാ ഉണ്ട്. ജോയിൻ ചെയ്തില്ല എല്ലാരും? ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കേ. എല്ലാരും കണ്ടിട്ട് കുറച്ചായില്ലേ? ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കേ എല്ലാരും. എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കേ. എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്കെ. അപ്പോ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ജനറേറ്റർ എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. ജനറേറ്ററിൽ നമ്മൾക്കറിയാം 2 ടൈപ്പ് ജനറേറ്റേഴ്സ് ഉണ്ട്. DC ജനറേറ്ററും ഉണ്ട്, AC ജനറേറ്ററും ഉണ്ട്. രണ്ടായാലും ജനറേറ്റർ എന്ന് പറഞ്ഞാൽ is a device that converts mechanical energy into electrical energy by use of electromagnetic induction. അതായത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു ഡിവൈസ് ആണ് ജനറേറ്റർ. ജനറേറ്റർ പാർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാവും, കറങ്ങുന്ന ഒരു ആർമേച്ചർ ഉണ്ടാവും, ആക്സിസിന് അറൗണ്ട് കറങ്ങും, പിന്നെ റിങ്ങുകൾ ഉണ്ടാവും. റിങ്ങുകൾ മാറ്റം ഉണ്ടാവും. AC ജനറേറ്റർ ആണെങ്കിൽ സ്ലിപ്പ് റിങ്ങുകളാണ്. DC ജനറേറ്റർ ആണെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങുകളായിരിക്കും. നടു ഇങ്ങനെ മുറിഞ്ഞ റിങ്ങുകളായിരിക്കും. ചിത്രം മാറും. ഈ റിങ് ഇങ്ങനെ നടു മുറിഞ്ഞുണ്ടാവും. ഓക്കെ, അപ്പൊ പേര് സ്പ്ലിറ്റ് റിങ് എന്നാവും. അതാണ് DC ജനറേറ്റർ ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഒരു ബ്രഷ്, ഗ്രാഫൈറ്റിന്റെ ബ്രഷ്, അത് മൂവ് അവിടെ ഉറപ്പിച്ച് നിർത്താനും കറണ്ട് പുറത്തേക്ക് പോകുന്ന തടയാനും. അപ്പോൾ ഇവിടെ AC ജനറേറ്ററിന്റെ ഈ പ്രത്യേകത കാരണം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ ആർമേച്ചർ ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരമൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടി. ഔട്ട്പുട്ട് EMF ടൈമും, EMF അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. അതായത് ഇത് പോസിറ്റീവ് ഹാഫ് ആണ്, ഇത് നെഗറ്റീവ് ഹാഫ് ആണ്, ഇത് 0 ആണ്. അപ്പൊ ആർമേച്ചർ കറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആർമേച്ചർ കറങ്ങാൻ തുടങ്ങുന്നുള്ളൂ, കറങ്ങിയില്ല, 0 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്ത്. അപ്പൊ EMF എത്ര? 0 ആണ്. ഓക്കെ, അങ്ങനെ ആർമേച്ചർ ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോ EMF എന്താ അറിയോ? മാക്സിമം ആണ്. അതായത് 0 to 90 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൂടി റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ EMF എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലെ? EMF ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു. 90 ഡിഗ്രി കറങ്ങിയപ്പോൾ മാക്സിമം. പിന്നെയും കറങ്ങല്ലോ, പിന്നെയും ക്ലോക്ക് വൈസിൽ 91 92 93 എന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ EMF പിന്നെ കുറയാ ചെയ്യുന്നത് അല്ലെ? 180 എത്തുമ്പോ എന്തായി? 0 ആയി മാറി. 180 എത്തിയപ്പോ 0 ആയി മാറി. ഓക്കെ, വീണ്ടും കറങ്ങല്ലോ ക്ലോക്ക് വൈസ്. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇവിടെ എത്തിയപ്പോ 0 ആയി. പിന്നെ എന്ത് ചെയ്ത്? ഒരു 90 ഡിഗ്രി കൂടി കറങ്ങി അല്ലെ? അങ്ങനെ 181 182 എന്ന് കറങ്ങുമ്പോ നമുക്ക് കാണാൻ പറ്റും EMF വീണ്ടും കുറയാണ്. അതായത് 0 താഴത്തേക്ക് കുറയാൻ നെഗറ്റീവ് ആവാണ്. അങ്ങനെ 270 ഡിഗ്രി ടോട്ടൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് 270 ഡിഗ്രി കറങ്ങിയപ്പോ EMF എന്തായി? മിനിമം വാല്യൂ ആയി അല്ലെ? ഏറ്റവും മിനിമം വാല്യൂ. പിന്നെ 271 273 എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലോക്ക് വൈസ് അല്ലെ? ഫുൾ റൊട്ടേഷൻ വേണ്ടി ലാസ്റ്റ് ഫേസ് ഇങ്ങനെ കറങ്ങിയപ്പോ കാണാൻ പറ്റി EMF വീണ്ടും കൂടുന്നതായിട്ട്. അങ്ങനെ 360, അതായത് കറങ്ങി അതേ സ്ഥലത്ത് അതേ പൊസിഷനിൽ തിരിച്ചെത്തുമ്പോഴത്തിന് 0 തന്നെ. തുടങ്ങുമ്പോൾ 0 ആയിരുന്നു, മൊത്തം 360 ഡിഗ്രി. അതായത് നമ്മളൊരു ഫോണ് അല്ലെങ്കിൽ ബുക്ക് അല്ലെ കംപ്ലീറ്റ് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ പഴയ ഒറിജിനൽ കണ്ടീഷനിൽ എത്തുകയാണെങ്കിൽ 360 ഡിഗ്രി നമ്മൾ കറക്കിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ 360 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും EMF 0. അപ്പൊ ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട് EMF എന്ത് ചെയ്യുന്നുണ്ട്? EMF കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, ഇടക്ക് 0 ആവുന്നുണ്ട് അല്ലെ? കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, ഇടക്ക് 0 ആവുന്നുണ്ട്. അതായത് EMF എന്താണ്? കോൺസ്റ്റന്റ് അല്ല, EMF വാരി ചെയ്യുന്നുണ്ട്. പോരാത്തിന് എന്താണ്? ഇടക്ക് പോസിറ്റീവാ, ഇടക്ക് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, 0 ആണ് അല്ലെ? ഇടക്ക് നെഗറ്റീവ് പോകുന്നുണ്ട്. അപ്പൊ എന്താവുന്നുണ്ട്? ഫേസ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഫേസ് അല്ലെങ്കിൽ ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷനും മാറുന്നുണ്ട്. ഡയറക്ഷൻ ഇടക്ക് പോസിറ്റീവും നെഗറ്റീവും ആവുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞതാ, EMF മാറുന്നതും പോസിറ്റീവും നെഗറ്റീവും ഇടക്കിടക്ക് ഡയറക്ഷൻ മാറി കളിക്കുന്നതുമായ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് AC, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. കിട്ടാൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ള ഈ ആർമേച്ചറിന്റെ റൊട്ടേഷന്റെ പ്രത്യേകതയാണ് കാരണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. അത്ര സിമ്പിൾ ഒന്നല്ലത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ടഫ് ഒരു ഭാഗം എന്നാണ്. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധി ഉപയോഗിക്കേണ്ട ഭാഗം ഇവിടാണ്. മനസ്സിലായോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ. ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്നതാ, ഇവിടുത്തെ ഇങ്ങനെ ഈ കറങ്ങുന്ന അല്ലെ. ഇവിടെ എത്ര ഡിഗ്രിയാ കറങ്ങി? 90. ഇവിടെ എത്ര? സോറി, അവിടെ 0, ഇവിടെ 90, ഇവിടെ 180, ഇവിടെ 270, ഇവിടെ 90 ഇങ്ങനെ കൂട്ടി പോയാൽ മതി അല്ലെ. അപ്പൊ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ 0 ഡിഗ്രി ആയി. 0 ഡിഗ്രി ആയി. അപ്പോ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്നുള്ളത് ബോധർ ചെയ്യണ്ട കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാനില്ല, അതിന്റെ ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ഇൻഡ്യൂസ്ഡ് EMF ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണം. ആരൊരു മൈക്ക് ഓൺ ആണ്, ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കിയാൽ മതി, ആവശ്യം ഉണ്ടാകുമ്പോൾ ഓൺ ആക്കിയോ, അല്ലാത്തപ്പോ ഒന്ന് ഓഫ് ചെയ്യണേ. ഇൻഡ്യൂസ്ഡ് EMF ഇൻ വോൾട്ട് അല്ലെ. 0 ഡിഗ്രി ആയപ്പോ എത്ര EMF എത്ര? 0 ഡിഗ്രി ആയപ്പോൾ EMF എത്ര? 0 ഡിഗ്രി 0. ഈ ഇൻഡ്യൂസ്ഡ് EMF പോലെ തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കേട്ടോ. അപ്പൊ ഇതും എന്താണ്? 0. ഇത് നിങ്ങൾ പഠിക്കണ്ട, ഈ സാധനങ്ങൾ പഠിക്കണ്ട, കൺഫ്യൂഷൻ ആവും. അപ്പോ ആംഗിൾ ഓഫ് റൊട്ടേഷൻ 0 ആയപ്പോ EMF എത്ര? 0. ഇനി അടുത്ത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ 90 ഡിഗ്രി ആയി. അപ്പൊ EMF എത്ര? നോക്ക്, EMF ഇവിടെ കേൾക്കുന്ന മാക്സിമത്തിലാണ്. 90 ഡിഗ്രി EMF എത്ര? മാക്സിമത്തിലാണ്. അപ്പൊ 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം, EMF മാക്സിമം. അടുത്ത് 180 ഡിഗ്രി അല്ലെ. 180 ഇതാ, 180 ഡിഗ്രി പറയുമ്പോൾ EMF എത്ര? ഇത് പോസിറ്റീവ്, ഇത് 0, ഇത് നെഗറ്റീവ്. 180 ഡിഗ്രിയിൽ ഇത് എവിടെ ഉള്ളത്? 0ന്റെ ലൈനിലാണ് ഉള്ളത്. 180ക്ക് 0. അങ്ങനെയാണ് 270ക്ക് നിങ്ങൾ പറയും. 270 നിങ്ങൾ തന്നെ പറഞ്ഞേ. 0 ആണോ? മാക്സിമം ആണോ മിനിമം ആണോ? മിനിമം. അവിടാണ് EMF. ഇതാണ് EMF മുകളിലോട്ടും താഴത്തേക്കാ. ഇത് പോസിറ്റീവ്, ഇത് 0, ഇത് നെഗറ്റീവ്. EMF മിനിമം. ഇത് എന്തായിരിക്കും? മിനിമം. അടുത്ത് 360 ഡിഗ്രി. 360 ഡിഗ്രിയിൽ എവിടെ എത്തി? വീണ്ടും 0ന്റെ ലൈനിലെത്തി. അപ്പോ ഓക്കെ. മൈക്ക് ഓഫ് ചെയ്യണേ. ആരോ ഒരു മൈക്ക് ഓൺ ആണ്, ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ആവശ്യമില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യണേ. ആവശ്യം ഉണ്ടാകുമ്പോൾ ഓണാക്കി സംസാരിച്ചോളൂ. പിന്നെ ഒരു പീരീഡ് എന്നുള്ളൊരു ഭാഗം ഇവിടെ ഉണ്ട്. ടൈം പീരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പും കേട്ടതാ, 9th പഠിച്ചതാ. ടൈം പീരീഡ്, അല്ലെങ്കിൽ അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് പീരീഡ് എന്ന് വിളിക്കാറുണ്ട്. എന്താ അറിയോ? നമ്മളൊരു സർക്കുലർ മോഷനിൽ, നമ്മളൊരു സർക്കിൾ, ഇതാ ഒരു ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് സർക്കിളിൽ മൂവ് ചെയ്യാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് എ എന്നുള്ള പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിഞ്ഞ് എത്തിയാൽ നമ്മൾ എന്ത് പറയും? ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയും അല്ലെ. ഫുൾ റൊട്ടേഷൻ ആണല്ലോ, ഒരു ഫുൾ റൊട്ടേഷൻ. ആ ഫുൾ റൊട്ടേഷന് എടുത്ത സമയത്തിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്. അതായത് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ, അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ ഫോളോ ചെയ്യുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷന് ആവശ്യമായ സമയത്തിന് വിളിക്കുന്ന പേരാണ് പീരീഡ്. പണിയൊന്നുമില്ലല്ലോ. അതായത് നിങ്ങൾ മാനാജർ സ്ക്വയർ വട്ടത്തിലായിരിക്കും. മാനാജർ സ്ക്വയർ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുള്ളും കറങ്ങി അതേ ഭാഗത്ത് കറങ്ങി തിരിച്ചെത്താൻ എടുത്ത സമയമാണ് പീരീഡ്. ക്യാപിറ്റൽ ലെറ്റർ T ആണ്, സ്മോൾ ലെറ്റർ T അല്ല, ക്യാപിറ്റൽ ലെറ്റർ T. അപ്പൊ പീരീഡ് ഓർ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ ആവശ്യമായ സമയമാണ് പീരീഡ്. ഓക്കെ ആണോ? അപ്പോ ഇവിടെയുള്ള ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ പറയണേ, നിങ്ങൾ പറയണോ? നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരാളിതാ ഇവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അയാള് ഇവിടെ എത്തിയപ്പോ അയാൾ എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും അറിയോ? 90 ഡിഗ്രി. ഇവിടെ എത്തുമ്പോ എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും അറിയോ? 180 ഡിഗ്രി. ഇവിടെ എത്തുമ്പോ എത്ര ആയിരിക്കും അറിയോ? 270 ഡിഗ്രി. ഇവിടെ തിരിച്ചെത്തുമ്പോ എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും? 360 ഡിഗ്രി. അയാൾ ഇനിയും കറങ്ങാണ്. അയാൾ ഇവിടെ ഒറ്റ കറക്കം കൊണ്ട് നിർത്തിയില്ല, പിന്നെയും ഇങ്ങോട്ട് പോവാണ്. ഇപ്പൊ എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും? ഈ പോയിന്റ് എത്തുമ്പോൾ ഇയാൾ എത്ര കറങ്ങിയിട്ടുണ്ടാവും?
360 പ്ലസ് 90 അല്ലെ. അയാളിതാ ഒരു കറക്കം കറങ്ങിയതാ, ഒരു കറക്കം ഇങ്ങനെ കറങ്ങി വന്ന്, അപ്പൊ ടോട്ടൽ അയാൾ 360 ഡിഗ്രി കറങ്ങി വന്ന്. അയാൾ അവിടെ നിന്നില്ല, അയാൾ പിന്നെയും മുന്നോട്ട് പോയി അല്ലെ. അപ്പൊ ഇവിടെ എത്തുമ്പോ എത്ര ഉണ്ടാവും? 360 ഒരു 90 കൂടി കൂട്ടി, അതായത് 450 ആയി ഉണ്ടാവും. അയാൾ പിന്നെയും കറങ്ങി, പിന്നെയും കറങ്ങുമ്പോൾ അവിടേക്ക് എത്ര ഉണ്ടാവും? 360 450 പ്ലസ് 180, അതായത് 360 പ്ലസ് 180 അല്ലെ, 540. പിന്നെയും കറങ്ങി ഇവിടെ എത്തി, അപ്പൊ എത്ര ഉണ്ടാവും? നിങ്ങൾ പറഞ്ഞു? 730 അല്ലെ, സോറി 630. അയാൾ തിരിച്ചു ഇവിടെ എത്തുമ്പോ എത്ര ഉണ്ടാവും? 720. വീണ്ടും പോയി 7 അങ്ങനെ കൂടി പോകും. 810 900 എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടി പോകും അല്ലെ. അപ്പൊ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, സമയം ഇവിടെ അല്ല നോക്കാം അല്ലെ. അപ്പൊ 90 ഡിഗ്രി കറങ്ങുമ്പോ 90 ഡിഗ്രി കറങ്ങാന്ന് പറഞ്ഞാൽ നോക്കണേ, ഇതെന്താണ്? ഈ വേവ് എങ്ങനെയാണ്? ഇതാ അങ്ങനല്ലേ, ഇതാണ് വേവ് പോലെ ഉണ്ട് അല്ലെ, ഒരു തിരമാല പോലെ ഉണ്ട്. ഞാൻ ഈ 180 പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാക്കി, ആ 360 പോണതിന് പകരം ഞാൻ ആ ഭാഗത്തെ ഈ ഭാഗത്തിനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വിചാരിക്കും. ഇമാജിനേഷൻ ആണ്. ഈ അറ്റത്തിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മടക്കി, അങ്ങനെയാണ് എങ്ങനെ ഗ്രാഫ് ഉണ്ടാവുക? ഇങ്ങനെയല്ല ഉണ്ടാവുക, ഒരു സർക്കിൾ ആവൂലേ? അവരോടോ അല്ലെ. ഈ 360 ഇവിടെ ഞാൻ 180ന്റെ അവിടെ ഒരു വിരൽ വെച്ച് എന്നിട്ട് 360ന്റെ അവിടെ പിടിച്ച് ഇതിനെ അങ്ങോട്ട് മടക്കി, എന്നിട്ട് 0ന്റെ അവിടെ ടച്ച് ചെയ്യിപ്പിച്ച്, അപ്പൊ ഇങ്ങനെ ആവില്ല ഷേപ്പ്? സർക്കിൾ ആയില്ലേ അല്ലെ, ഏതാണ്ട് സർക്കിൾ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്താനുള്ള, ഇവിടെ വരെ എത്ര ആംഗിൾ പോയി ഉണ്ടാവും? 90 ഡിഗ്രി. ഇതുവരെ എത്ര ഉണ്ടാവും? 180 ഡിഗ്രി. 180. ഇവിടെ എത്ര ആയിരിക്കും? 270. ഇവിടെ തിരിച്ചെത്തുമ്പോ 360. ഇനിയാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ട നിങ്ങളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ എത്താനുള്ള ടൈമാണ് ടി. തുടങ്ങിയിട്ട് ചുറ്റി കറങ്ങിയിട്ട് ഇതാ, എല്ലാരും ഉറക്കത്തിലാണ്, ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്താ നടക്കണേന്ന്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് അതേ സ്ഥലത്ത് എത്താനുള്ള ടൈമാണ് ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇതുവരെ അതിന്റെ 1/4 ട്രാവൽ ചെയ്യാനുള്ള ടൈം എത്ര ആയിരിക്കും? ഇത് കാൽഭാഗല്ലേ, ഉള്ളൂ. ഇവിടെ വരെ യാത്ര ചെയ്യാൻ എത്ര ആയിരിക്കും ടൈം? എത്ര ആയിരിക്കും? ടോട്ടൽ ആവശ്യമായതിന്റെ 1/4 ആയിരിക്കും, T/4. അപ്പൊ ഈ ടൈം എത്ര ആയിരിക്കും? T/4. ഇനി ഇവിടുന്ന് തുടങ്ങി ഇതാ ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്താൻ, അതായത് 1/2 അല്ലെ, മൊത്തമുള്ളതിന്റെ ഹാഫ് ദൂരം ട്രാവൽ ചെയ്യാനുള്ള ടൈം എത്ര ആയിരിക്കും? T/2 ആയിരിക്കും. അപ്പൊ ഇത് എത്ര ആയിരിക്കും? T/2 ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ചും കൂടി ഇനി മൂവ് ചെയ്യാലോ. ഇനി മൂവ് ചെയ്യണം നമ്മൾ. ഇനി എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഇതാ ഇവിടെ നിർത്തിയില്ലേ, നമ്മൾ ഇവിടെ വരെ മുക്കാൽ ഭാഗം. മുക്കാലിൽ എന്താ നമ്മൾ പറയാ? 3/4 എന്നാലാ പറയാ. നമ്മൾ 3/4, അതായത് 3T/4. 3T/4 സമയമായിരിക്കും ഇവിടെ ആവശ്യമാവാം. 3T/4. തിരിച്ചു ഇവിടുത്തെ എത്താനുള്ള ടൈം എത്രയാണ്? T. അത് T. അപ്പൊ T/4 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയുള്ള ടൈം പീരീഡ് T/4, 180 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് T/2, 370 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3T/4, 360 കറസ്പോണ്ടിങ് ആയിട്ട് T. ഓക്കെ അല്ലേ? അപ്പോ ആ ടേബിൾ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്താം. ഇനി ആ ടേബിൾ ഒന്നും കൂടി നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം കേട്ടോ. അവിടെ ടൈമും കൂടി മുകളിൽ വരുന്നുണ്ട്. നോക്കിയോ, ടൈം 0, അതായത് കറങ്ങാൻ തുടങ്ങിയില്ല. ഓക്കെ, ആംഗിൾ ഓഫ് റൊട്ടേഷൻ എത്ര? 0 ഡിഗ്രി. ഇതാ ചിത്രം നോക്കിയാൽ മതി. ചിത്രം നോക്കുക, ഇത് ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് പഠിച്ചു. അപ്പോ ടൈം 0, ആംഗിൾ ഓഫ് റൊട്ടേഷനും 0, EMF എത്ര? 0. T/4, ഇത് അവിടെ T/4 ആയി. T/4 അപ്പൊ EMF എത്ര? സോറി, എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ട്? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, 90 ഡിഗ്രി. അപ്പൊ EMF എത്ര? EMF എവിടെ കിടക്കുന്ന?
മാക്സിമത്തിലാണ് കിടക്കുന്നത്. ഇ എം എഫ് മാക്സിമത്തിൽ. അപ്പൊ ഇ എം എഫ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഫ്ലക്സും മാക്സിമം. അടുത്ത് T/2 അല്ലെ, പകുതി കറങ്ങി. ആംഗിൾ എത്ര കറസ്പോണ്ടിങ്? 180. 180 ആയപ്പോ ഇ എം എഫ് എത്ര? 0. മുകളിൽ പോസിറ്റീവ്, താഴത്ത് നെഗറ്റീവ്, നടുവിൽ 0. ഇ എം എഫ് എത്ര? 0. അപ്പൊ റേറ്റ് ഓഫ് ഫ്ലക്സ് എത്ര? 0. അടുത്ത് 3T/4. 3T/4. അന്നേരം എത്ര കറങ്ങിയേ? 270. 270 കറങ്ങിയപ്പോ എത്ര പറഞ്ഞേ? ഇതെത്ര? 0 ആണോ മാക്സിമം ആണോ മിനിമം ആണോ? മിനിമം. ഓക്കെ. അടുത്ത് ടി ഫുള്ളും കറങ്ങിയത്, അങ്ങനെ കറങ്ങി തിരിച്ചു ഇവിടുത്തെ എത്തി. അപ്പൊ ടോട്ടൽ ടൈം പീരീഡ് അല്ലെ, പീരീഡ് 360 ഡിഗ്രി കറസ്പോണ്ടിങ് ആണ് ടി, ഒരു ഫുൾ ടി. അപ്പൊ എത്ര? 360 എത്ര? മാക്സിമം ആണോ മിനിമം ആണോ 0 ആണോ? 0. ഇ എം എഫ് 0. അപ്പൊ ഈ ടേബിള് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് ഈ ഗ്രാഫൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പൊ എന്താണ് പീരീഡ് എന്ന് വെച്ചാൽ ഒരു ഫുൾ റൊട്ടേഷൻ ആവശ്യമായ ടൈം ആണ് എന്ത്? ടൈം പീരീഡ് ടി. പകുതി റൊട്ടേറ്റ് ചെയ്യാൻ, ഹാഫ് റൊട്ടേഷൻ ആവശ്യ ടൈം എത്ര ആയിരിക്കും? T/2. ഇനി കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്യാൻ എത്ര ആയിരിക്കും? T/4. ഇനി മുക്കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്യാൻ ടൈം എത്ര ആയിരിക്കും? 3T/4. ആ സാധനമാണ് ഇവിടെ വരുന്നത്. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ എ സി ജനറേറ്ററെ പറ്റി ഒന്നുകൂടി കഴിയാം. അപ്പൊ എ സി ജനറേറ്റർ ഇതോടെ കഴിയും. അപ്പൊ എ സി ജനറേറ്ററിൽ പാർട്സ് ഇതൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യും? നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ പുറത്തുനിന്ന് വാട്ടറോ സ്റ്റീമോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വിൻഡ് എനർജിയോ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? നമ്മൾ ഈ ആർമേച്ചർ, ഇവിടെ ഉള്ള ഈ ആർമേച്ചർ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ആ റൊട്ടേറ്റ് ചെയ്യുന്നത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തെടുക്കുന്നത്? ബിറ്റ്വീൻ ഫീൽഡ് മാഗ്നറ്റ്സ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. നോർത്ത് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു ആർമേച്ചർ കോയിൽ മൂവ് ചെയ്യാണ് അല്ലെ? ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ or the magnetic flux linked with an armature coil is changed. അന്നേരം എന്തുണ്ടാവും? ആ ആർമേച്ചർ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരായിരുന്നു EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓർമ്മയില്ലേ? കറണ്ട് ഉണ്ടാവുന്ന പരിപാടി, ഇ എം എഫ് ഉണ്ടാവുന്ന പരിപാടി EMI. EMI എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോ എന്തുണ്ടായി? ആർമേച്ചർ കോയിലിൽ ഇ എം എഫ് ഉണ്ടാവും, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവുന്ന കറണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആർമേച്ചർ കോയിലിൽ കറണ്ട് കിട്ടി. ആ കറണ്ട് റിങ്ങിലൂടെ കടന്നിട്ട് ബ്രഷിലൂടെ പുറത്തുള്ള സർക്യൂട്ടിലേക്ക് പോകും. അപ്പൊ ഇതുപോലെ സ്ലിപ്പ് റിങ്ങുകളാവുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞ പോലെയാണ് കറണ്ട് ഉണ്ടാവുന്നത്. എന്ത് ചെയ്യും? ഇ എം എഫ് ഉണ്ടാവുന്ന ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാറി കളിക്കുന്നുണ്ട് അല്ലെ? ഇ എം എഫ് പോസിറ്റീവ് ആവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. ഇ എം എഫ് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, അതൊക്കെ. പക്ഷെ ഇ എം എഫ് എന്താവുന്നുണ്ട്? പോസിറ്റീവും നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്താണ്? എ സി ആണോ ഡി സി ആണോ? എ സി ആണോ ഡി സി ആണോ? എ സിയിലെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന ടൈപ്പ് കറണ്ട് എ സി ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ എ സി ജനറേറ്ററിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് എന്താണ്? ഉണ്ടാവുന്ന കറണ്ട് എന്താണ്? എ സി കറണ്ട് ആയിരിക്കുമല്ലോ അല്ലെ? എ സി കറണ്ട് അല്ലെ? എ സി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന്റെ ടേബിളൊക്കെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? കറങ്ങാൻ തുടങ്ങുമ്പോൾ 0 ഡിഗ്രി ആകുമ്പോൾ, അതായത് ടൈം പീരീഡ് 0 ആകുന്ന സമയത്ത് എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 0 ആയിരിക്കും. കറങ്ങി തുടങ്ങി 90 ഡിഗ്രി കറങ്ങി, അതായത് മൊത്തം 4 അല്ലെ? 4 പാർട്സ് ആണ്. അതിന്റെ 4 ഒന്ന് കറങ്ങി, T/4 കറങ്ങി. അപ്പൊ എന്തായിരിക്കും? ഇ എം എഫ് ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗ്രാഫ് അന്നേരം മാക്സിമം ആണ്, ഇ എം എഫ് മാക്സിമം ആണ്. പിന്നെ പകുതി കറങ്ങി അല്ലെ? 180 ഡിഗ്രി. 180 കറങ്ങിയ സമയത്ത് ഇ എം എഫ് എത്രയാണ്? 0 ആണ്. 0 ആണ് അല്ലെ? 180 ഡിഗ്രി, അതായത് T/2 മൊത്തം ഉള്ളതിന്റെ ഹാഫ് കറങ്ങിയപ്പോ 0 ആണ്. കറങ്ങി പിന്നെയും എത്തി 270 എത്തി. 270 എത്തിയ സമയത്ത് ഇ എം എഫ് എന്താണ്? ഏറ്റവും മിനിമത്തിലാണ് കിടക്കുന്നത്. ഓക്കെ. പിന്നെയും കറങ്ങി, ഒരു ഫുൾ റൊട്ടേഷൻ ആയി, അതായത് ടി സമയം കൊണ്ട് ഫുള്ള് കറങ്ങി ഇവിടെ എത്തി. ആ സമയത്ത് ഇ എം എഫ് എത്രയാണ്? വീണ്ടും 0 ആയി. അപ്പൊ ഇതുപോലെ മാറി കളിക്കുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എ സി, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി പഠിക്കണം. ഈ ജനറേറ്ററിന്റെ ഈ ആർമേച്ചർ കോയില് കറങ്ങുന്നുണ്ട്. എങ്ങനെയാ കറങ്ങാ? മെല്ലാണോ കറങ്ങാ?
നിങ്ങൾ ജനറേറ്ററിൽ എന്തെങ്കിലും കറങ്ങുന്ന ഭാഗം കണ്ടിട്ടുണ്ട് നിങ്ങൾ ജനറേറ്ററിന്റെ ഉള്ളിലുള്ള വളരെ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് തവണ എന്ത് ചെയ്യും ഇയാള് കറങ്ങും അല്ലെ. അത് ഏത് ജനറേറ്റർ ആയാലും ഈ ആർമേച്ചർ കോയിൽ നമ്മൾ ഒരു തവണ അല്ലല്ലോ കറങ്ങുക, ഒരു കറക്കം എങ്ങനെ കറങ്ങുതാ ഇങ്ങനെ കറങ്ങി ഇത് ഇവിടുന്നതാ ഒരു കറക്കം ഇങ്ങനെ കറങ്ങി ഒരിക്കൽ ഇവിടെ എത്തും. നിൽക്കുവോ? ഇല്ല, വീണ്ടും കറങ്ങും. അങ്ങനെ കറങ്ങും. ഒരു സെക്കൻഡിൽ തന്നെ 50, 100, 200 തവണ ഒക്കെ കറങ്ങും. ജനറേറ്ററിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ കൂടുതൽ കറങ്ങുമ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാവും. ഒരു സെക്കൻഡിൽ എത്ര നേരം കറങ്ങുന്നുണ്ട് എന്നുള്ള ഒരു സാധനം എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നതനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് വരിക. കറങ്ങുന്ന ടൈംസ് കൂടുമ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാവും, കറങ്ങുന്ന ടൈംസ് കുറയാണെങ്കിൽ കുറവ് കറണ്ട് ഉണ്ടായിരിക്കും. അപ്പോ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര തവണ ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ ഇയാൾ കറങ്ങുന്നുണ്ടുള്ളതിന്റെ അളവാണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിക്ക് ഒരു യൂണിറ്റും ഉണ്ട്. ഇതാണ് നിങ്ങൾ കഴിഞ്ഞെല്ലാം പഠിച്ചത്, ഹെർട്സ് അല്ലേ? നിങ്ങൾ കഴിഞ്ഞെല്ലാം പഠിച്ചിട്ടുണ്ട്. സർക്കുലർ മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഹെർട്സ് ഒരു സയന്റിസ്റ്റിന്റെ പേരാ, അദ്ദേഹത്തിന്റെ പേരാണ് എന്റെ യൂണിറ്റും ഹെർട്സ്. അപ്പൊ നമ്പർ ഓഫ് സൈക്കിൾ ഓർ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ സെക്കൻഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾ എന്നാണ് ടെക്സ്റ്റിൽ നിങ്ങൾ അടിച്ചാൽ മതി. എസിന്റെ ഒരു എ സി കറണ്ടില് നമ്പർ ഓഫ് സൈക്കിൾ, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ സാധാ കറങ്ങുന്ന സൈക്കിൾ അല്ല, ഇതാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് തുടങ്ങി സൈക്കിൾ കറങ്ങിയിട്ട് എങ്ങനെ പെടലെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കൂലേ? അപ്പൊ ഇങ്ങനെ പോയി 0, 90, 180, 270, 360. അപ്പൊ 0 മുതൽ 360 വരെയാണ് എന്ത് ഫസ്റ്റ് സൈക്കിൾ. തീരുവോ? പിന്നെയും കറങ്ങൂലേ? 361 അല്ലെ? ഇങ്ങനെ പോവും. ഈ ഗ്രാഫ് എങ്ങനെ പോവും? ഈ ഗ്രാഫ് എങ്ങനെ പോവും? ഇതാ വീണ്ടും ഇങ്ങനെ പോവും. ഇങ്ങനെ പോവും ഇല്ലേ? അതാ ഈ ഗ്രാഫ് തുടർന്നുകൊണ്ട് പോവും കറങ്ങുന്നതനുസരിച്ച് അല്ലെ? അങ്ങനെ ഇതേ ഷേപ്പിൽ പോവും. അപ്പൊ എന്താ? ഇതാണ് ഫസ്റ്റ് സൈക്കിൾ. 0 to 360. 360 ഡിഗ്രിയാണ് എന്ത്? ഒരു ഫുൾ സൈക്കിൾ. അടുത്ത 360 ഉണ്ടാവില്ലതാ, ഒരു 360 കൂടി ഉണ്ടാവല്ലോ. അതായത് 720 ഡിഗ്രി എത്തുമ്പോൾ സെക്കൻഡ് സൈക്കിളായി. ഒരു 360 കൂടി പ്ലസ് ചെയ്ത് അതായിരിക്കും എന്ത്? അടുത്ത സൈക്കിൾ 1080 തേർഡ് സൈക്കിൾ. അങ്ങനെ പോകും. അപ്പോ ഒരു സൈക്കിള് അല്ലെ പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോ നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്, അതിനാണ് എന്ത് വിളിക്കുക? ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് വിളിക്കുക. ഇനി ഇത് മാത്രം നിങ്ങൾ വലിയ ബോധർ ചെയ്യണ്ട. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് 50 സൈക്കിൾ പെർ ഹെർട്സ്, അല്ലെങ്കിൽ 50 ഹെർട്സിലാണ് ഇന്ത്യയിൽ നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് 50 സൈക്കിൾ പെർ സെക്കൻഡ്. അതായത് നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന, ഇന്ത്യയിൽ നമുക്ക് കറണ്ട് കിട്ടുന്നില്ലേ? KCB അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ കറണ്ട് ഉണ്ടാക്കുന്നില്ലേ? അവിടെയുള്ള ജനറേറ്ററുകളൊക്കെ കറങ്ങുന്നത് ഒരു സെക്കൻഡിൽ 50 തവണയായിരിക്കും. 50 ടൈംസ് ആണ് അവിടെയുള്ള ജനറേറ്ററുകളിലെ ആർമേച്ചർ ഒരു സെക്കൻഡിൽ കറങ്ങുന്നത്. അപ്പോ ദ ഫ്രീക്വൻസി ഓഫ് AC generator for distribution in a country is 50 cycle per second. ഓക്കെ, 50 ഹെർട്സ് ആണ്. അത് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അത് എല്ലാ സംസ്ഥാനങ്ങളും 50 ഹെർട്സ് ആയിട്ട് നമ്മൾ സ്ഥിരമാക്കി വെച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് DC ജനറേറ്ററാണ്. AC പഠിച്ച് ഇനി DC പഠിക്കാനുള്ളത്. അപ്പൊ DC ജനറേറ്റർ AC ജനറേറ്ററുള്ള വ്യത്യാസം എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം. ചിത്രം നോക്കിയോ? ഇത് രണ്ടും DC കേട്ടോ, ഇത് രണ്ടും DC ആണ്. നോക്കിക്കോ, AC DC തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതാണ് DC ജനറേറ്റർ, ഇതാണ് AC ജനറേറ്റർ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളന്ന് പറഞ്ഞ ആൾക്കാരാ. എന്താ വ്യത്യാസം? ഇവിടെ എന്താണ്? സ്ലിപ്പ് റിംഗ്. ചിത്രം നല്ലോ നോക്കിയോ, കണ്ണോർ നോക്കിയോ, മുറിഞ്ഞില്ല അല്ലെ? അവിടെ മുറിയാത്ത റിംഗാ, സ്ലിപ്പ് റിങ്ങുകളാ. എന്നാൽ മറ്റോടെ എന്താണ്? നടുമുറിഞ്ഞ റിങ്ങുകളായിരിക്കും, സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഇത് രണ്ടും ഒന്നും തന്നെ കേട്ടോ, രണ്ടും DC ആണ്, രണ്ട് സ്റ്റെപ്പുകളാണ് നമുക്ക് പറയാം. അവിടെ നടുമുറിഞ്ഞ ഇറക്കണുണ്ടോ? അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ്
സ്പ്ലിറ്റ് റിങ്സ്. സ്പ്ലിറ്റ് റിങ്സ്. ഈ സ്പ്ലിറ്റ് റിങ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടണോ? പഠിച്ചിന്? നിങ്ങൾ വേറെ എവിടെയോ സ്പ്ലിറ്റ് റിങ് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. എന്താ സ്പ്ലിറ്റ് റിങ് ചെയ്യാന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു? ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോറിൽ. അപ്പൊ സ്പ്ലിറ്റ് റിങ്ങുകളെ ഡ്യൂട്ടി എന്തായിരുന്നു? അതും നിങ്ങൾ അവിടെ പഠിച്ചിന്. വാട്ട് ഈസ് ദ വർക്ക് അല്ല വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിങ്സ്? അത് നിങ്ങൾ പഠിച്ച. ഓർ വൈ സ്പ്ലിറ്റ് റിങ്സ് ആർ നോൺ ആസ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്. ഇതും നിങ്ങൾ പഠിച്ചതാ ഇലക്ട്രിക് മോട്ടോറിൽ. വൈ സ്പ്ലിറ്റ് റിങ്സ് ആർ നോൺ ആസ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറയാ. ഇലക്ട്രിക് മോട്ടോറിൽ നിങ്ങൾ പഠിച്ച ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ബാക്കി പറഞ്ഞു നോക്ക്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും ഓർ ചേഞ്ച് ചെയ്യും. ഓർമ്മല്ലേ? ഇലക്ട്രിക് മോട്ടോറിൽ നമ്മൾ പഠിച്ച ആഫ്റ്റർ എവറി ഇതുണ്ട്. ഇലക്ട്രിക് മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് ഉള്ളതാ. അവിടെയും നമ്മൾ പഠിച്ചാണ് സ്പ്ലിറ്റ് റിംഗിന്റെ ഡ്യൂട്ടി എന്താ? ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ഹാഫ് റൊട്ടേഷൻ ആണ്, ഫുൾ റൊട്ടേഷൻ അല്ല. അതായത് ഈ റിംഗ് ഈ ആർമേച്ചർ പകുതി കറങ്ങി, ഫുള്ള് കറങ്ങിയില്ല, പകുതി കറങ്ങിയതാ. അതായത് എ മുതൽ ബി വരെയുള്ള ആള് കറങ്ങി തിരിച്ച് ഇതേ കണ്ടീഷനിൽ എ എവിടെയും ബി അവിടെ ആകുമ്പോഴാണ് ഫുൾ റൊട്ടേഷൻ എന്ന് പറയാം. അങ്ങനല്ല, എയും ബിയും ഇവിടെ എത്തി, അതായത് ഇതാ ഇവിടെ എത്തിയിട്ടുള്ളൂ, ഫുള്ള് കറങ്ങിയില്ല. അതായത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? ഈ സ്പ്ലിറ്റ് റിങ്ങുകള് ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇവിടെ ഉണ്ടാക്കിയ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഇവരെന്ത് ചെയ്യും? അതിനനുസരിച്ച് കറങ്ങുന്നതുകൊണ്ട് എങ്ങനെയാന്ന് നിങ്ങൾ പഠിക്കേണ്ട. അപ്പോ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ, അതായത് 180 ഡിഗ്രി കറങ്ങുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? കറണ്ട് റിവേഴ്സ് ചെയ്യും. അതായത് നേരത്തേതാ ഇതാണ് എന്ത്? നമ്മളെ AC ജനറേറ്റർ. ഇതാ ഹാഫ് റൊട്ടേഷൻ ഇവിടുന്ന് തുടങ്ങി 90 ഡിഗ്രി എത്തി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 1/4 റൊട്ടേഷൻ ആയിട്ടുള്ളൂ അല്ലെ? കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായി? ഹാഫ് റൊട്ടേഷൻ ആയി. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റ് റിംഗ് അല്ലല്ലോ, സാധാ സ്ലിപ്പ് റിംഗ് അല്ലേ. അവിടെ കറണ്ട് താഴത്തേക്ക് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോയി. ഓക്കെ, നെഗറ്റീവിലേക്ക് പോയി. എന്നാൽ DC ജനറേറ്ററിൽ ആരുണ്ട്? അവിടെ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്. സ്പ്ലിറ്റ് റിംഗ് എന്താ ചെയ്യാ? ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ ദേ ചേഞ്ച് ഓർ റിവേഴ്സ് ദ കറണ്ട്. അപ്പൊ 180 ഡിഗ്രിക്ക് ശേഷം താഴത്തേക്ക് പോകേണ്ടിയിരുന്ന ആളെന്ത് ചെയ്യും? ഈ സ്പ്ലിറ്റ് റിംഗ് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അപ്പൊ താഴത്തേക്ക് പോകുന്നതിന് വരെ എന്ത് ചെയ്യും? താഴത്തേക്ക് പോവാതെ DC ജനറേറ്ററിൽ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? താഴത്തേക്ക് പോണതിന് വരെ എന്ത് ചെയ്യാ? ഇവിടെ ഇങ്ങനെ തന്നെ വരും, മുകളിലോട്ട് തന്നെ വരും. അപ്പോ ഈ സാധനത്തിനെ പിടിച്ച് എന്ത് ചെയ്യും? മുകളിലോട്ട് ആക്കണ പരിപാടിയാണ് എന്ത്? മുകളിലേക്ക് ആക്കണ പരിപാടിയാണ് ആര് ചെയ്യുന്നത്? സ്പ്ലിറ്റ് റിംഗ്. എപ്പോൾ? ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ഒരു ഹാഫ് റൊട്ടേഷന്റെ സമയത്ത് എന്ത് ചെയ്യും? ഹാഫ് റൊട്ടേഷന് ശേഷം ഇയാൾ എന്ത് ചെയ്യും? ഡയറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്യും. അപ്പൊ നെഗറ്റീവിലേക്ക് പോകേണ്ട ഇയാൾ എന്ത് ചെയ്യും? പിടിച്ച് മുകളിലോട്ടാക്കും. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരിക? ടോട്ടൽ ഗ്രാഫ് എങ്ങനെ വരിക? ഇതാ താഴത്തുണ്ട്, ഇതാ ഇങ്ങനെ വരും. കണ്ടോ? AC ജനറേറ്ററും DC ജനറേറ്ററും വ്യത്യാസം ഇതാണ്. കണ്ടോ? ഇത് AC ജനറേറ്റർ, ജനറൽ ആയിട്ട് AC ഇങ്ങനെയാണ് അല്ലെ? നേരത്തെ എന്താ സംഭവിച്ച? പോസിറ്റീവ് റൊട്ടേഷൻ തുടങ്ങി. ഇത് എത്ര? ഈ കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്ത് ഹാഫ് റൊട്ടേഷൻ നടന്നു നെഗറ്റീവിലേക്കല്ലേ പോയത്. പിന്നെ തേർഡ് ക്വാർട്ടർ താഴത്തേക്കാ പോയത്. ഒരു ഫുൾ റൊട്ടേഷൻ ആയി അല്ലെ? അതാ ഒരു ഫുൾ റൊട്ടേഷൻ ആയി. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. AC ആണല്ലോ, പിന്നെയും കറങ്ങല്ലോ. കൂടി മാക്സിമം എത്തി, കുറഞ്ഞി 0 എത്തി, മിനിമം എത്തി, 0 എത്തി. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. പോരാത്തിന് എന്തും മാറുന്നുണ്ട്? EMF ചേഞ്ചസ് കണ്ടിന്യൂസ്ലി അല്ലെ? EMF കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. DC ബാറ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, ഡയറക്ഷൻ മാറുന്നില്ല, EMF മാറുന്നില്ല. ജനറേറ്ററോ EMF കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. നോക്കിക്കതാ, പോസിറ്റീവ് ഇതുണ്ടോ? 0 കൂടി മാക്സിമായി, കുറഞ്ഞ് മിനിമായി, കൂടി മാക്സിമായി, മിനിമായി, കൂടി മിനിമം അല്ലെ? മാക്സിമം അങ്ങനെ പോണ്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല? നെഗറ്റീവിലേക്ക് പോകുന്നില്ല. അപ്പൊ EMF കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്.
പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ആവുന്നില്ല. ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച്. അപ്പൊ അതാണ് ഡി സി ജനറേറ്റർ. അപ്പൊ എ സി ജനറേറ്റർ ഇത്, ഡി സി ജനറേറ്റർ ഇത്. അപ്പൊ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ, ആഫ്റ്റർ ഹാഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് 0, ഇത് റൊട്ടേഷൻ തുടങ്ങിയില്ല, 0 റൊട്ടേഷൻ. ഇത് 1/4 റൊട്ടേഷൻ, കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്ത്. ഇത് എത്ര, ഹാഫ്. അപ്പൊ ഇവിടെ നോക്ക്, എ സി എന്ത് ചെയ്ത്, ഈ ഭാഗം താഴത്തേക്ക് പോയി അല്ലെ. ആഫ്റ്റർ എവറി ഹാഫ്, ഇവിടെ ഹാഫ് റൊട്ടേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത്, ഇവിടെ നെഗറ്റീവിലേക്ക് പോയി. അപ്പൊ സ്പ്ലിറ്ററിംഗ് എന്ത് ചെയ്യും, താഴത്തേക്ക് പോവാതെ ആ ഭാഗത്തിന് പിടിച്ച് എന്ത് ചെയ്യും, മുകളിലോട്ട് ഇട്ട് റിവേഴ്സ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതുവരെ ആകുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ ആയി. അപ്പൊ ഇവിടെ വീണ്ടും കണ്ടോ, താഴത്തേക്ക് പോയതുണ്ടോ, അതായത് ഈ ഭാഗം എന്താ, ഈ സാധനമാണ് അത്. ഇത് താഴത്തേക്ക് കഴിഞ്ഞു എ സിയിൽ പോയത്. ഇവിടെ എന്ത് ചെയ്ത്, മറിച്ച് ആ താഴത്തേക്ക് ഇങ്ങനെ പോണതിന് പകരം അവിടെ ആരെന്ത് ചെയ്ത്, ഇവിടെ താഴത്തേക്ക് പോണതിന് ആരെന്ത് ചെയ്ത്, സ്പ്ലിറ്ററിങ് താഴത്തേക്ക് പോവാതെ മുകളിലേക്ക് എന്ത് ചെയ്ത്, റിവേഴ്സ് ചെയ്ത്. അപ്പൊ വീണ്ടും പോസിറ്റീവ് ഹാഫിലായി. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും നമ്മുടെ വ്യത്യാസങ്ങൾ എന്താക്കാന്ന് വെച്ചാൽ ഈ ഗ്രാഫ് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും. അല്ലെങ്കിൽ എ സി കറന്റ് ഡി സി, എ സിയും ഡി സി നമ്മുടെ ഡിഫറൻസ് ഒക്കെ തന്നെ ഇതിലുണ്ട്. ബാറ്ററി ഡി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബാറ്ററി ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ചസ്. പോരാത്തിന് എന്താണ്, EMF ഡസ് നോട്ട് ചേഞ്ചസ്. പക്ഷെ ഡി സി ജനറേറ്ററിൽ EMF മാറും, പക്ഷെ എന്ത് മാറൂല, ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ചസ്. ഓക്കെ, എ സിയിൽ ഡയറക്ഷൻ ഓൾറെഡി മാറുന്നുണ്ട്, പോരാത്തിന് എന്തും മാറും, EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസ്. അപ്പൊ ഇതാണ് ഇവരെ പ്രധാന വ്യത്യാസം. ഇനി അവരെ സ്ട്രക്ചറലായിട്ട് അവരെ ഈ പാർട്സിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പാർട്സിൽ ഒറ്റ വ്യത്യാസമുള്ള എന്താണ്, സ്പ്ലിറ്റ് റിങ്ങുകൾക്ക് പകരം ഡി സി ജനറേറ്ററിൽ, അല്ല സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളാണ്, സ്പ്ലിറ്റ് റിങ്. അപ്പൊ എന്താണ് സ്പ്ലിറ്റ് റിങ്ങിന്റെ പണി എന്ന് വെച്ചാൽ, സ്പ്ലിറ്റ് റിങ്ങിന്റെ പണി എന്ന് വെച്ചാൽ നിങ്ങൾ ഇലക്ട്രിക് മോട്ടോറിൽ പഠിച്ചാണ്. ഇതാണ് അതിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ്. ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ, ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ സ്പ്ലിറ്റ് റിങ്സ് reverse the direction of current. അതുകൊണ്ട് തന്നെ അവയെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, that's why they are also known as split ring commutators. Split ring commutators. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. കമ്മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റിവേഴ്സ് ചെയ്യാന്നുള്ള ഒരാളാണ്, റിവേഴ്സ് അല്ലെങ്കിൽ മൂവ് ചെയ്യാന്നുള്ള അർത്ഥമാണ്. അപ്പൊ കറണ്ട് റിവേഴ്സ് ചെയ്യുന്നില്ല, അല്ലെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്പ്ലിറ്റ് റിങ്ങുകളെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പൊ ചോദിക്കാറുണ്ട്, വൈ സ്പ്ലിറ്റ് റിംഗ്സ് ആർ നോൺ ആസ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്. ഒന്നെങ്കിൽ ഡി സി ജനറേറ്ററിന്റെ ഭാഗമായി ചോദിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിന്റെ ഭാഗമായി ചോദിക്കും. രണ്ടിന്റെ ഉത്തരം ഇതാണ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിംഗ്. ഈ ജനറേറ്ററിൽ എപ്പോഴും ചോദിക്കും, അല്ലെ ഇലക്ട്രിക് മോട്ടോർ ചോദിക്കും, അതിന്റെ സി ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും ചോദിക്കുന്നതാണ്, എന്താണ് സ്പ്ലിറ്റ് റിങ്ങുകളുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി, എന്തിനാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ നമ്മൾ ഡി സി ജനറേറ്ററിലായാലും ഇലക്ട്രിക് മോട്ടോറിലായാലും കൊടുക്കുന്നത്. അതിന്റെ ഉത്തരമാണ് ഞാൻ ഇപ്പോൾ എഴുതിയത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആൻസർ ആണ്, സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണിത്. ഓക്കെ, ജനറേറ്ററെ പറ്റിയിട്ട്, ഡി സി ജനറേറ്ററെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ ചോദിച്ചാൽ അതിന്റെ സി ക്വസ്റ്റ്യനോ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സാധനമാണ്. എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് റിങ്ങുകളെ കമ്മ്യൂട്ടേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്പ്ലിറ്റ് റിങ്ങുകളുടെ പണി? ഇതാണ് ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ, ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ the direction of the split ring reverse the direction of current. That's why they are known as split ring commutators. Okay ആണോ? ഇപ്പൊ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യാ, ഇത് കാണാം. ഈ ഇതിന്റെ ജനറേറ്റേഴ്സിന്റെ വീഡിയോ യൂട്യൂബിലും ഈ ക്ലാസ് എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും കാണണം. കാരണം ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ SLCക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ പഠിച്ച ജനറേറ്റേഴ്സ്, അല്ലെങ്കിൽ AC-യും DC-യും തമ്മിലുള്ള ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടുന്ന് വരല്. കുറെ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് AC അല്ലെങ്കിൽ DC ജനറേറ്റർ ഇല്ലാത്ത ചോദ്യ പേപ്പർ നിങ്ങൾ കാണൂല. നിങ്ങൾ എടുത്തു നോക്കുക, ഒന്നെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ. ഞാൻ അന്നേ പറഞ്ഞാണ് ഈ 3 ഇലക്ട്രിക് മോട്ടോർ, AC ജനറേറ്റർ, DC ജനറേറ്റർ.
ഈ 3 എണ്ണം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. എത്ര കൊല്ലം ബാക്കോട്ട് എടുത്താലും കാണാം. ചോദിക്കും, അതും ചോദിക്കൽ തന്നെ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനാണ് ഈ ടോട്ടൽ ഭാഗം. അപ്പൊ ഈ ചോദ്യം തെറ്റിയാൽ A+ എന്നുള്ള സാധനങ്ങൾ മറക്കേണ്ടി വരും. കാരണം ഇവിടെ എന്തായാലും വരുന്ന 4 മാർക്കിനൊക്കെ വന്നിട്ട് 4 മാർക്ക് അതിലൊരു 4 മാർക്കും പോയാൽ കഴിഞ്ഞു, 40-ൽ 36 ആയിപ്പോയി. പിന്നെ നിങ്ങൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതേണ്ടി വരും. അപ്പോ ഈ വീഡിയോസ് എന്തായാലും വീണ്ടും വീണ്ടും കാണാൻ യൂട്യൂബിൽ സാർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ശരിക്കും കണ്ടിട്ട് മനസ്സിലാക്കാം. ഡൗട്ട് ഉള്ളവർ എന്തായാലും ചോദിക്കണം കേട്ടോ. അപ്പോ വീഡിയോ പെൻഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇപ്പൊ തന്നെ വന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ശരി.